സുഹൃത്തുക്കളെ, മലയാള നടീനടന്മാര് അഭിനയത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരാളാണ്. അനു അഭിനയത്താൽ അനുഗ്രഹിക്കപ്പെട്ട ആളുകളാണ് നമുക്ക് തീർച്ചയായിട്ടും പറയേണ്ടി വരും. ഈ ചില നടിമാരൊക്കെ ഉണ്ട്, ചിലപ്പോ അലറി കരയുക മാത്രമല്ല, ആ കരച്ചിലോടൊപ്പം കാണികൾ കൂടി കൊണ്ടുപോകും. ചില നടന്മാരുണ്ട്, കണ്ണുകൾ കൊണ്ട് അല്ലെങ്കിൽ തന്റെ കവിളിന്റെ ഒരു ചലനം കൊണ്ട്, അതുമല്ലെങ്കിൽ തന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് വരുന്ന ശബ്ദത്തിന്റെ ഒരു ചെറിയ ഇടർച്ച കൊണ്ട് തന്നെ നമ്മളെ അങ്ങോട്ട് വിഷമത്തിന്റെ ഒരു അപാരമായിട്ടുള്ള അഗാധതയിലേക്ക് കൊണ്ടുപോയി കളയാം. അങ്ങനത്തെ ഒരു നടനെ കുറിച്ചാണ് ഞാൻ ഇന്ന് മുഴുവൻ പറയുന്നത്. നിങ്ങൾക്കറിയാം, ശബ്ദം കൊണ്ട് ആകെ അങ്ങനെ കസരത്ത് കളിക്കുന്ന ഒരൊറ്റ നടനാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. അത് മമ്മൂട്ടി എന്ന് പറയുന്ന നടനാണ്. 2005 ഞാൻ പറയുന്നത് കുറച്ചു കാലം മുന്നത്തെ ഒരു സിനിമയാണ്. ഈ ഒരൊറ്റ സിനിമ മാത്രം എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇനിയും അദ്ദേഹത്തിന്റെ ശബ്ദം കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഒരുപാട് സിനിമകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എനിക്ക് തരാനുണ്ട് എന്നുള്ളതാണ്. 2005 ആ ഒരു സിനിമ രാപ്പകൽ എന്ന് പറയുന്ന സിനിമയാണ്. കമലാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മുടെ മോളിവുഡിലെ അല്ലെങ്കിൽ കോളിവുഡിലൊക്കെ ലേഡീസ് സൂപ്പർ സ്റ്റാർ കൂടി ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും ആ സിനിമയിലേക്ക് എത്തുന്ന സമയത്ത് നമുക്കറിയാം, പലപ്പോഴും മുണ്ടുടുത്ത ലാലേട്ടനെ പോലെ തന്നെയാണ് മുണ്ടുടുത്ത മമ്മൂട്ടിയും ഒരല്പ പ്രശ്നക്കാരനാണ്. ഈ പ്രശ്നക്കാരൻ എന്ന് പറയുന്നത്, ഇവന്മാര് അഭിനയിക്കുകയായിരിക്കില്ല, അങ്ങോട്ട് ജീവിച്ച് തകർത്ത് കളയും. തുടരുന്ന പറഞ്ഞ സിനിമ നമുക്ക് അങ്ങനെ ഒരു ഉദാഹരണമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. മമ്മൂക്കി അങ്ങനെ തന്നെയാണ്. എപ്പോഴാണ് ഒരു കള്ളിമുണ്ടോ, ഒരു സാധാരണ ഒരു പുള്ളിമുണ്ടോ എടുത്തിട്ട് അദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിക്കാൻ വന്നിട്ടുള്ളത്, ആ സിനിമ അതിഗംഭീരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തെന്നറിയില്ല, ഈ മുണ്ടുടുത്ത ആളുകളോട് നമ്മളെ മലയാളികൾക്ക് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. അത് മുണ്ടുടുത്ത മമ്മൂക്കയോടാണെങ്കിലും മുണ്ടുടുത്ത നമ്മുടെ മോഹൻലാൽ ചേട്ടനോടാണെങ്കിലും രണ്ടുപേരോടും അപാരമായിട്ടുള്ള സ്നേഹം നമ്മൾ കാണിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്തയിലേക്ക് നമ്മുടെ സംവിധായകരൊക്കെ തിരിയാത്തതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ നാടൻ വേഷങ്ങൾ, നമ്മളോട് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന വേഷങ്ങൾ എന്താണ് ഇവർക്ക് തരാൻ കഴിയാത്തത്? വെറുതെ എന്തിനാണ് മോഹൻലാലിനെ കുറെ കോട്ടൊക്കെ ഇട്ടിട്ട് അനക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടുപോകുന്നത് എന്നൊക്കെ തോന്നിപ്പോയി എനിക്ക് ലൂസിഫറും അതുപോലത്തെ പടങ്ങളെ കണ്ടപ്പോൾ. എന്തായാലും അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ 2005 ആ രാപ്പകൽ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് തന്നെ വരാം. അവിടെയുള്ള അമ്മയുടെ ഭർത്താവ് എവിടെ നിന്നോ കൊണ്ടുവന്നൊരു പയ്യനാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനായിട്ട് അവിടെ വളർന്നിട്ടുള്ളത്. ഒരിക്കലും അവിടുത്തെ പയ്യനല്ല എന്ന് അവർ കരുതിയിട്ടില്ല. ആ അമ്മയുടെ കുഞ്ഞായിട്ട് തന്നെയാണ് അവൻ വളർന്നത്. പക്ഷെ അവനറിയാം, എന്നെ ദത്തെടുത്ത പോലെ എവിടുന്നോ കൊണ്ടുവന്ന ഒരാളാണ്. എന്താണ്, എങ്ങനെയാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറീസ് ഒന്നും ആ ഒരു മനുഷ്യൻ അറിയില്ല. പക്ഷേ ഇതിലെല്ലാം ഏറ്റവും സുന്ദരമായിട്ടുള്ള രംഗം എന്ന് പറയുന്നത്, അവസാനം ഈ വീട് ഭാഗം വയ്ക്കാനുള്ള ശ്രമത്തിലേക്ക് വരുന്നുണ്ട്. മക്കളെല്ലാം കൂടിയിട്ട് അമ്മയെയും ആ ഒരു വീടിനെയും പകുത്തെടുത്തിട്ട് ഓരോരുത്തരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നതിന് തൊട്ടു മുമ്പായിട്ട് അവിടെ ഒറ്റപ്പെട്ടു പോകുന്നത് ഈ ഒരു മനുഷ്യനാണ്. എന്നാൽ ആ മനുഷ്യനെ ഒരു തരത്തിലും ഒറ്റപ്പെടുത്താനോ അകറ്റി നിർത്താനോ അവനെ തൻ്റെ മറ്റു മക്കളോളം കൂടുതൽ സ്നേഹം കൊടുത്തു വളർത്തിയ ഈ അമ്മയ്ക്ക് കഴിയുന്നില്ല. എന്നാൽ അതേസമയം ഞാനിവിടുന്ന് പോയേക്കൂ, അമ്മ പോകണം എന്ന് തീരുമാനിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. വീട്ടുകാരെല്ലാം തീരുമാനിക്കുന്നു, വീടെന്തായാലും നമുക്ക് ഭാഗം വയ്ക്കാൻ പോവുകയാണ്, അമ്മയെ ആര് നോക്കും? ഈ ചർച്ചയാണ് ഓരോരുത്തരും പല ഓപ്ഷൻസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. എൻ്റെ വീട്ടിലേക്ക് വരാം, ഞങ്ങളൊക്കെ പോയി കഴിഞ്ഞ് വീട് വെറുതെ ഒറ്റയ്ക്കാണ്, വീട് നോക്കി അമ്മയ്ക്ക് അവിടെ ജീവിക്കാം. അങ്ങനെ പലവിധ ഓപ്ഷൻസ് കൊടുക്കുകയാണ്. ആ ഓപ്ഷൻസ് ഒന്നും തിരഞ്ഞെടുക്കാതെ ഞാൻ എൻ്റെ ഈ മോനോടൊപ്പം, മമ്മൂട്ടി എന്ന് പറയുന്ന ആ മോനോടൊപ്പം ഞാൻ ഈ വീട്ടിൽ എവിടെയെങ്കിലും ചായപ്പിലെവിടെയും ജീവിച്ചോളാം എന്ന് ആ അമ്മ പറയുമ്പോൾ മക്കളെല്ലാവരും കൂടി എതിർക്കുന്നുണ്ട്. അത് ആ വേലക്കാരനായിട്ടുള്ള അവന് ഉണ്ടാക്കിയ പരിപാടിയാണ്. ഇവിടെ നിന്ന് എന്തെങ്കിലും സമ്പത്ത് നേടാൻ വേണ്ടിയിട്ടാണ് അവൻ ഇമാതിരി കളികളൊക്കെ കളിക്കുന്നതെന്ന് ആ വീട്ടുകാർ മുഴുവൻ ഒന്നടങ്കം പറയുന്നുണ്ട്. എന്തൊക്കെയായാലും അവസാനം മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ, ആ ഒരു കഥാപാത്രം തന്നെ അവിടെ വന്നിട്ട് അമ്മയെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ ബോധ്യപ്പെടുത്തുന്ന സമയത്ത് മമ്മൂട്ടിയുടെ ഡയലോഗ് പോകുന്ന ആ ഒരു രീതി നിങ്ങൾ ശ്രദ്ധിക്കണം. കൃത്യമായിട്ട് ആദ്യമേ പറയുന്നുണ്ട്, ഞാൻ ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനൊരു ഗംഭീര സെന്റിമെന്റൽ ഡയലോഗ് ശാരദ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതോ ഒരു ദിവസം കൊണ്ടുവന്ന ഒരു കുഞ്ഞാണ് നീ, ആണെങ്കിൽ അന്ന് വന്നിരുന്നെങ്കിൽ ഞാൻ കൊടുത്തേനെ, പക്ഷേ ഇന്ന് ആരും വരില്ല. പക്ഷെ നിന്നെ ഏൽപ്പിച്ച ആൾ ഇവിടെ ഇല്ലല്ലോ, നിന്നെ ഒഴിവാക്കാൻ ഞാൻ ആരോട് സമ്മതം ചോദിക്കും എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ നിങ്ങളുടെ ആരുമല്ല. ഈ ആരുമല്ല എന്ന് പറയുന്ന ഡയലോഗ് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ആ ഡയലോഗിന്റെ ഓരോ സ്ഥാനത്തും ഒരു ഇടർച്ച അദ്ദേഹം കൂട്ടി കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു ഇടർച്ചയോടൊപ്പം മലയാളികളുടെ നെഞ്ചുകൂടി ഒന്ന് ഇടറിപ്പോകും. ആ രംഗത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഒന്ന് കണ്ടു നോക്കൂ. എങ്ങോട്ടും പോകില്ല, ആരെവിടെയും പോവില്ല. അതെന്തിനാ? ആരെ കണ്ടിട്ടാ? എന്നെയാ? ആർക്ക് വേണ്ടിയിട്ടാ? എനിക്കോ? ആ മക്കളുടെ കൂടെ, മക്കളുടെ കാര്യങ്ങൾ നോക്കി മക്കൾ പറയുന്നതനുസരിച്ച്. അതാ എന്റെ നാട്ടുകാർ, അതന്നെ എന്റെ ശരി.
പോണം, പോയേ പറ്റും. നോക്കൂ, ഇതുവരെ മമ്മൂക്ക പറയുന്നത് ആ ഒരു ഡയലോഗിന്റെ ഭംഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ആ ഒരു പൊട്ടലിലേക്ക് എത്തിയിട്ടില്ല, ഒരു സങ്കടത്തിന്റെ ആധിക്യത്തിൽ എത്തിയില്ല. പക്ഷെ അമ്മ ഇവിടുന്ന് പോകണമെന്ന് അദ്ദേഹം പറയുമ്പോൾ അതൊരു ശതമാനം പോലും ആ ഒരു മനുഷ്യന്റെ മനസ്സിലില്ല. അമ്മ പോവാൻ പാടില്ല എന്ന് തന്നെ അദ്ദേഹത്തിന് മനസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ അമ്മയുടെ മുഖത്തേക്ക് നോക്കണം എന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ പരിപൂർണമായി നോക്കാതെ ഒന്ന് ഇടം കണ്ണിട്ട് നോക്കി മാത്രമാണ് ഈ ഡയലോഗുകളൊക്കെ പറയുന്നത്. അമ്മ പോകണം. പക്ഷെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അമ്മയോട് അദ്ദേഹത്തിന് പോകണമെന്ന് പറയാൻ സാധിക്കില്ല. അപ്പോഴാണ് ശാരദ എന്ന് പറയുന്ന ആ ഒരു അമ്മ ഒരു ഗംഭീര ഡയലോഗ് കൂടി അവിടെ പറയുന്നത്. അതിനോടൊപ്പമാണ് മമ്മൂട്ടിയുടെ ആ ഒരു കുട്ടിത്തെറി കൂടി, കുട്ടിത്തെറിയില്ല, ഇടർച്ച കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എവിടെന്നോ കയറി വന്നു, നാളെ എങ്ങോട്ടാന്ന് പറയാതെ ഇറങ്ങി പോയിക്കൂടെ എനിക്ക്? എന്താ പോയാല് ഞാൻ പോവും. കണ്ടില്ലേ, ആ ഞാൻ പോകുന്ന പറയുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുക അതൊരു മുതിർന്ന മനുഷ്യന്റെ ശബ്ദമല്ല. നിങ്ങളത് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ഞാൻ അതുകൊണ്ട് ഒന്നുകൂടി കേൾപ്പിച്ചു തരാം. അതൊരു മുതിർന്ന മനുഷ്യന്റെ ശബ്ദമല്ല, അതൊരു കുട്ടിയുടെ ശബ്ദമാണ്. ആ കുട്ടികളാണ് അങ്ങനെ പറയുക, ഞാൻ പോവും എന്ന് പറയുന്ന സാധനം പറയുക. ഈ ഒന്നും അമ്മയോടൊക്കെ പിണങ്ങിയിട്ട് ഞാൻ ആരാ നിങ്ങളുടെ, ഞാൻ പോവും എന്നൊക്കെ പറയുന്ന ഒരു ഡയലോഗ് പ്രസന്റേഷന് പലപ്പോഴും കുട്ടികളുടെ വായിൽ നിന്നാണ് അത്തരം സംഗതികളൊക്കെ വരിക. അത് അതേപോലെ തന്നെ ഈ മനുഷ്യൻ ആ സമയത്ത് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇയാൾ ഗ്രേറ്റ് ആക്ടറായിട്ട് പോകുന്നത്. നോക്കൂ, നാളെ എങ്ങോട്ടാന്ന് പറയാതെ ഇറങ്ങി പോയിക്കൂടെ എനിക്ക്? എന്താ പോയാല് ഞാൻ പോവും. കണ്ടില്ലേ, ഞാൻ പോകും എന്ന് പറയുന്ന സംഗതിയിൽ കൃത്യമായിട്ടും ആ ഒരു കുട്ടിത്തം അടങ്ങി നിൽക്കുന്നുണ്ട്, സങ്കടം. ഇനി അങ്ങോട്ട് സുഹൃത്തുക്കളെ, ഞാൻ പറയുന്ന ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിക്കുക തന്നെ വേണം, സൂക്ഷ്മമായിട്ടൊന്ന് കേട്ടുപോകൂ. ഒരു രാത്രി പുലരുമ്പോ കണ്ടില്ല, കണ്ടില്ല അത്ര തന്നെ, അതന്നെ, അത്രക്കന്നെ ഉള്ളൂ, അത്രക്കന്നെ ഉള്ളൂ. നമ്മൾ വിളിക്കണ്ട അങ്ങനെ. ഞാൻ നിങ്ങളുടെ ആരാന്നാ ചോദിച്ചേ? ആരുമല്ല, 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 3 വട്ടം ആരുമല്ല, അതന്നെ. അവിടെ ഞാൻ നിങ്ങളുടെ ആരാന്ന് ചോദിച്ചതിന് ശേഷം ആരുമല്ല, ആരുമല്ല, ആ 3-മത്തെയോ 4-മത്തെയോ ആ ആരുമല്ലയില് ഒരു വെള്ളി വീഴുന്നുണ്ട്. ആ ശബ്ദത്തിലൊരു വെള്ളി വീഴുന്നുണ്ട്. ആ വെള്ളിയാണ് അവന്റെ മനസ്സിൽ ഞാൻ നിങ്ങളുടെ ആരുമല്ല എന്ന് പറയുമ്പോഴും ആ അമ്മയോട് ഞാനാണ് നിങ്ങളുടേതെല്ലാം, നിങ്ങളുടെ എല്ലാമാണ് ഞാൻ എന്ന് പറയാനുള്ള ഒരു ശ്രമം കൂടി ഉള്ളിലുണ്ട്. ആ ഒരു പറച്ചിലാണ് ഒരു ഗദ്ഗതമായിട്ട് ഒരു വെള്ളി പോലൊക്കെ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ നിന്ന് വരുന്നത്. ഇതാണ് മമ്മൂക്ക എന്ന് പറഞ്ഞ മനുഷ്യന്റെ ഡബ്ബിങ്ങിലെ മാജിക്. ഒന്നുകൂടി കേട്ടു. വിളിക്കണ്ട അങ്ങനെ. ഞാൻ നിങ്ങളുടെ ആരാന്നാ ചോദിച്ചേ? ആരുമല്ല, 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 3 വട്ടം ആരുമല്ല, അതന്നെ. 100 വട്ടം ആരുമില്ല എന്ന് പറയുന്ന ഒരു ഡയലോഗ്. എന്റെ സുഹൃത്തുക്കളെ, ഞാൻ അത് പറയുന്നത് മമ്മൂട്ടി പലപ്പോഴും ഇങ്ങനെയാണ്. ചിലപ്പോഴൊക്കെ ഡയലോഗ് പറഞ്ഞിട്ട് ഈ ചങ്ങാതി നമ്മൾക്ക് ഒരു വിധമാക്കി കളയും. ഇതുപോലത്തെ ഒരു ഡയലോഗ് നമ്മുടെ കൊച്ചിൻ അനീഫ സംവിധാനം ചെയ്ത ഒരു സിനിമയിൽ കൂടിയുണ്ട്. ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഒപ്പം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ. പറയാൻ മറന്നുപോയി, ഇതുപോലെ ഏതെങ്കിലും സിനിമയിൽ നിങ്ങളെ ടച്ച് ചെയ്ത മമ്മൂക്കയുടെ ഇത്തരത്തിൽ സെന്റിമെന്റ് ഡയലോഗുകൾ ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ശരി.